തിരുവല്ലയിൽ ഒരു സൈറ്റിൽ പ്രേതമുണ്ടെന്നും എന്നും 12 മണിയാകുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യാമെന്നും അവിടുത്തെ കസ്റ്റമർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഞങ്ങളുടെ ഉള്ളിലും ഉണ്ടായതൊരു ചെറിയ ഭയം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഇനി മനുഷ്യനാണോ ഇത് പ്രേതാണോ എന്നറിയാതൊരവസ്ഥ. ഒന്നിക്കിത് അഴിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം എന്ന രീതിയിലായിരുന്നു അവസാനത്തെ സംസാരം. റിലയൻറ്റ് ഇൻ ദി ഇൻഡസ്ട്രി ഈസ് റിലയൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റ് എലിവേറ്റർ കമ്പനീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? ഹൗ ആർ യു സ്റ്റാൻഡിങ് ഔട്ട്? എന്താണ് നിങ്ങളുടെ സ്ട്രോങ് ഫീച്ചേഴ്സ് ഒരു ക്ലയൻറ്റ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്? ഞാൻ ടോണി ജോസഫ്, ഒരു കോർപ്പറേറ്റ് കൺസൾട്ടൻ്റ് ആണ്. എന്നെ പലപ്പോഴും ഫാസിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രീതി പ്രഭാകരൻ ഫ്രം റിലയൻറ്റ് എലിവേറ്റേഴ്സ്. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കൂടിയിട്ടാണ് ഈ ഇൻട്രാക്ഷൻ. റിലയൻറ്റ് എന്ന് പറയുമ്പം ഡിപ്പെൻഡൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ റിലയൻറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലിഫ്റ്റാണ്. സോ ലിഫ്റ്റ് എന്ന് പറയുമ്പം എല്ലാവരും അതിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് റിലയൻറ്റ് എന്നൊരു നെയിം നമ്മൾ ഈ പ്രോഡക്റ്റിന് കൊടുത്തത്. സോ റിലയൻറ്റിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഫീച്ചർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 നമുക്കുള്ള കസ്റ്റമർ തന്നെയാണ്. നമുക്ക് നല്ലൊരു സ്ട്രോങ് ആൻഡ് ഹെൽത്തി കസ്റ്റമറാണ് നമുക്കുള്ളത്. സെക്കൻഡ്, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് നമുക്ക്. തേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ടെക്നിക്കൽ ടീം അവൈലബിൾ ആണ്. ഫോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് അതാണ്, നമുക്ക് IS സ്റ്റാൻഡേർഡ് നോംസ് പ്രകാരമാണ് നമ്മൾ എല്ലാ ലിഫ്റ്റും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിവിടെ നല്ലൊരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവൈലബിൾ ആണ്. ഈ എലിവേറ്റർ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കാരണം ഒരു ക്ലയൻറ്റ് എന്ന നിലയിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. എങ്ങനെയാണ് ഈസ് ഇറ്റ് സേഫ് ടു ഗെറ്റ് ഇൻ ടു എ ലിഫ്റ്റ് ഓർ എൻ എലിവേറ്റർ? അതേതൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ്? ഒരു ലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ സോറിൻ്റെ ക്വസ്റ്റ്യൻ ക്ലയൻറ്റ് അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ക്ലയൻസിൻ്റെ അവരുടെ ട്രോമ അത് മാറ്റാനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റിയത്. സോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സേഫ്റ്റി എന്ന് പറയുന്നത് ARD, ദെൻ ഓവർലോഡ് സെൻസർ, ആസ് വെൽ ആസ് ഡോർ സെൻസർ, അലാം, EBO സിസ്റ്റം, ഇതെല്ലാം നമ്മുടെ സേഫ്റ്റിയിൽ പെടുന്ന ഒന്നാണ് ക്ലയൻറ്റിന് വേണ്ടിയുള്ളത്. എനിക്ക് ലിഫ്റ്റിന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വറീസ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ക്ലൗഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെയാണ് യുണീക്ക് ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്? ഹൗ ഡു യു മാനേജ് യുവർ സർവീസ് കോൾസ്? അതായത് ഈ കസ്റ്റമേഴ്സിന് നിങ്ങൾ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു, അവിടെ നിന്ന് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, കോൾസ് വന്നു, അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു? സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും എയിം ചെയ്യുന്നത് ഒരു 0 ബ്രേക്ക് ഡൗൺ എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് സർവീസിന് പോകുമ്പോൾ എന്നും നമുക്കൊരു റൂട്ടീൻ സർവീസ് തന്നെയുണ്ട്. അപ്പോൾ ഈ റൂട്ടീൻ സർവീസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ QC പോയിന്റ്സ് ഉണ്ടാവും. ഈ QC പോയിന്റ്സ് ഫ്രം മെഷീൻ റൂം അൺടിൽ ദ പിറ്റ് എന്ന രീതിയിലായിരിക്കും നമ്മുടെ QC പോയിന്റ്സ് വരുന്നത്. സോ ഇതിൽ മെക്കാനിക്കൽ ആണോ ഇലക്ട്രിക്കൽ ആണോ നമുക്ക് ഇഷ്യൂസ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് മെക്കാനിക്കൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും അവിടെ പോകുന്ന ടെക്നീഷ്യൻസ്. ഇതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ടെക്നീഷ്യൻ സർവീസിന് വേണ്ടി അലോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു റിപ്പീറ്റൻസ് വരുന്നത് എപ്പോഴും ലോ ആയിരിക്കും. ഈ എലിവേറ്റർ ഇത്രയധികം എലിവേറ്റർ കമ്പനീസ് ഉള്ള സ്ഥിതിക്ക് ലിഫ്റ്റിന് ഈ ലൈസൻസ് മാൻഡേറ്ററി ആണോ? ലൈസൻസ് എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ലിഫ്റ്റ് നിങ്ങൾ റിലയൻറ്റ് എലിവേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ? നമ്മൾ ലിഫ്റ്റിന് ലൈസൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ അറിയുന്നത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത പ്രോഡക്റ്റ് ആസ് പെർ റൂൾ ആണ്, അത് സേഫ് ആണ്, ആസ് പെർ IS സ്റ്റാൻഡേർഡ് ആണ് എന്നറിയുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന പ്രൈം ഡിപ്പാർട്ട്മെൻറ്റായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതോറിറ്റിന്ന് പീപ്പിൾ വന്ന് ചെക്ക് ചെയ്ത് അവർ സാങ്ഷൻ തരുമ്പോഴാണ് നമ്മുടെ ലിഫ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ IS സ്റ്റാൻഡേർഡ് നോംസ് പ്രകാരമാണ് ബിൽഡ് ചെയ്യപ്പെട്ടതെന്ന് ഒരു കസ്റ്റമറിന് അറിയുന്നത്. സോ ലൈസൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എലിവേറ്റർ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം മാനുഫാക്ചറേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഇതിനകത്ത് കുറേ റെഗുലേഷൻസ് ഉണ്ടാവില്ലേ? കാരണം ഇതിൽ ഏതാ റിലയബിൾ ഏതാ അൺറിലയബിൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഈസി അല്ലേ തിരിച്ചറിയാൻ? ആ കമ്പനിയോട് അവരുടെ മാനുഫാക്ചറിങ് ലൈസൻസ് ചോദിച്ചാൽ പോരെ. ഏത് കമ്പനിക്കാണോ മാനുഫാക്ചറിങ് ലൈസൻസ് ഉള്ളത് ഡെഫിനറ്റ്ലി അത് ഇൻസ്പെക്ടറേറ്റ് അപ്രൂവ് ചെയ്ത ഒരു കമ്പനി ആയിരിക്കും. പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഒരു കസ്റ്റമർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട ചോദ്യം ഇന്നതാണ്. അതായത് നിങ്ങൾ എത്ര ലിഫ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത്രയും ലിഫ്റ്റിന് ലൈസൻസോട് കൂടി ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് ഈസി ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആ കമ്പനി റിലയബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. ഒരു ചോദ്യം കൂടി എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എലിവേറ്റർ കമ്പനിയുടെ പേര് റിലയൻറ്റ് എന്ന് വെച്ചത്? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയാം. ലൈക്ക് നമുക്കിപ്പം വീട്ടിൽ പ്രായമുള്ളവരുണ്ടാകാം, അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൻ ഉണ്ടാകാം, ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ ഉണ്ടാകാം. ഇവരെല്ലാം ആശ്രയിക്കേണ്ടത് ഒരു ഹോം എലിവേറ്ററിനെയാണ്. സോ
ആശ്രയിക്കുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഡിപ്പെൻഡൻസി എന്നുള്ളതാണ്. സോ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ റിലയൻറ്റ്. സോ റിലയൻറ്റ് ഹോം എലിവേറ്റർ. നമ്മൾ ഈ എലിവേറ്റർ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ അധികം പരിചയമില്ലാത്തെങ്കിലും ഈ കാലങ്ങളായിട്ട് കുറേ നാളെ നമ്മളിപ്പോൾ ലിഫ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതിലെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോമ്പണൻസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് കോമ്പണൻസിനെ കുറിച്ച്. അപ്പോൾ റിലയൻറ്റ് എലിവേറ്റേഴ്സ് എന്താണ് നിങ്ങളുടെ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഓഫറിംഗ് മാർക്കറ്റിൽ? എന്താണ് നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത്? അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യുണീക്കായ ഒരു ഓഫറിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിച്ച് മീൻസ് മറ്റുള്ള കമ്പനിയിൽ നിന്നും റിലയൻറ്റിന് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ക്ലയൻസിന് വേണ്ടി ഓഫർ ചെയ്യാനുള്ളത് എന്നുള്ളത്. മേ ബി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു ക്രിട്ടിക്കൽ കോമ്പണൻസ് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സർവീസ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം സേ എക്സാമ്പിൾ സാറ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഫെയിലിയർ, ഒരു കറണ്ട് ഫെയിലിയർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു അതിനിപ്പോൾ ARD എന്ന് പറഞ്ഞൊരു ബാക്കപ്പ് സിസ്റ്റം ഇതിനുണ്ട്. ബട്ട് ഇൻ കേസ് ARDയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ കൊണ്ടോ ഒരു ലിഫ്റ്റ് സ്റ്റക്കപ്പ് ആയിക്കഴിഞ്ഞാൽ എവറി ടൈം ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ക്ലയൻറ്റ് മറ്റൊരു തേർഡ് പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അവർക്ക് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ നമുക്കൊരു യുണീക്ക് ആയ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഈവൻ കസ്റ്റമറിന് അവരെ തന്നെ സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഫ്റ്റ് ടച്ച് ബട്ടൺ ആക്ടിവേറ്റഡ് ആണ്. സോ അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ലെവലിലേക്ക് വന്ന് അവർക്ക് അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് വെച്ച്, ലിഫ്റ്റ് എലിവേറ്റർ സർവീസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയേക്കുന്ന സർവീസ് ഇഷ്യൂ ഏതായിരുന്നു? ബ്രേക്ക് ഡൗൺസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ചാലഞ്ച്, അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്തായിരുന്നു? ചാലഞ്ചസ് പലതുണ്ടായിരുന്നു. പക്ഷേ എന്നും ഒരു മനസ്സ് മടുപ്പിച്ച ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവല്ലയിലെ ഒരു സൈറ്റിൽ പ്രേതമുണ്ടെന്നും എന്നും 12 മണിയാകുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യാമെന്നും അവിടുത്തെ കസ്റ്റമർ വിളിച്ച് പറഞ്ഞപ്പോഴാണ്. പലപ്പോഴും നമ്മൾ ടെക്നീഷ്യനെ വിടുന്നു, ടെക്നീഷ്യൻ പോകുന്നു, ഒന്നുമില്ല, എവറിത്തിങ് ഇസ് ഫൈൻ എന്ന രീതിയിൽ നമുക്ക് കമൻറ്റ് തരുന്നു. വീണ്ടും മാഡം വിളിക്കുന്നു, രാത്രി 12 മണിയാകുമ്പോൾ ഇതാ നിങ്ങളുടെ ലിഫ്റ്റ് കയറിപ്പോന്നു, ഒന്നിക്കിത് അഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം എന്ന രീതിയിലായിരുന്നു അവസാനത്തെ സംസാരം. സോ അന്ന് ഒരു ദിവസം നമ്മൾ ഓക്കെ എല്ലാം തീരുമാനിച്ചുകൊണ്ട് നമ്മൾ മാഡത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. നൈറ്റ് നമ്മളവിടെ ഉണ്ടായിരുന്നു. മാഡത്തോട് പറഞ്ഞു എന്നും ചെയ്യുന്ന പോലെ നിങ്ങൾ കിടക്കുന്ന സമയം നിങ്ങൾ കിടന്നോളൂ, നമ്മളിവിടെ ഉണ്ടാവും ലിഫ്റ്റിനെ നോക്കാൻ വേണ്ടി എന്ന് ഞങ്ങൾ പറഞ്ഞു. സോ നമ്മളുണ്ട് എന്നുള്ള കോൺഫിഡൻസിൽ മാഡം ഈ പറഞ്ഞ പോലെ തന്നെ 12 മണി വരെയിൽ അവരുടെ സീരിയൽ കണ്ടു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിൽ ചെന്ന് കിടന്നു. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റിൻ്റെ അടുത്ത് നിൽക്കുക. പെട്ടെന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ ആ സീക്വൻസിൽ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പതിയെ ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ലിഫ്റ്റ് തന്നെ പോകുന്നു. അപ്പം ഞങ്ങളുടെ ഉള്ളിലും ഉണ്ടായതൊരു ചെറിയ ഭയം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഇനി മനുഷ്യനാണോ ഇത് പ്രേതാണോ എന്നറിയാതൊരവസ്ഥ. ആ ടൈമിൽ നമ്മൾ അടുത്ത് ചെന്ന് നോക്കി ഈ പറഞ്ഞ പോലെ തന്നെ LOPയിലേക്ക് നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു പല്ലി. അപ്പം ഈ പല്ലി പ്രാണിയെ പിടിക്കാൻ ഈ ഓടിച്ചെല്ലുന്ന സമയത്ത് നമ്മുടെ കോള് ബുക്കായപ്പോൾ ഡെഫിനറ്റ്ലി ലിഫ്റ്റ് താഴത്തെ ഫ്ലോറിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്നു. അപ്പം ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ടച്ച് പാനൽ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലേക്കൂടെ ഒരു പല്ലി ഓടി ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രസ്സായി, അപ്പം ലിഫ്റ്റ് മുകളിലേക്ക് വന്നു, അല്ലാതെ പ്രേതമായിരുന്നില്ല. സോ ഈ പല്ലിയായിരുന്നു ആ വീട്ടിൽ മാഡം സംസാരിച്ചു കൊണ്ടിരുന്ന പ്രേതം.